ഹലോ ഗായ്സ്, വെൽക്കം വീഡിയോ ബിബി ആൻഡ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ബ്ലോഗ് സാലു ആണെന്ന് ബ്ലോഗ് എടുക്കാൻ പോകുന്നത്. സാലുമോനെ, ഇന്നത്തെ ബ്ലോഗ് എടുത്താൽ ഞാനിപ്പോൾ വരാം. ഞാൻ പീടിയിൽ പോയിട്ട് സാധനം മേടിച്ചിട്ട് പോരാ കേട്ടാ. ഞാൻ 05-ലാണ്. മണക്കണേ ഒരുമാതിരി മണോ വിളിച്ചിണ്ടാവൂല. അല്ല എന്തോ ഒരു മണോടാ. ജ്യൂസ് അടിക്കാൻ എന്താ കേട്ടിട്ടില്ല. ജ്യൂസോ കേട്ടില്ല. എന്താ വേണ്ടത്? നിങ്ങൾ പോയി നോക്കി. മാങ്ങ പിന്നെന്താ സ്ട്രോബെറി. സ്ട്രോബെറിയാ അല്ലെങ്കിൽ പേരക്ക. സാലൊന്ന് സ്ട്രോബെറി ജ്യൂസ് അടിച്ച ഓർമ്മ. സ്ട്രോബെറി ജ്യൂസ് അടിച്ചില്ലേനാ ചെക്കന്മാര് വന്നപ്പോ ഞാനാടെ വീണാക്കി കൊടുത്തേ. ഒരു 5:30 എപ്പോഴാ ജ്യൂസ് കടിക്കാതെ കുറച്ചേരം കിടന്നോളി. ഞാൻ പണി ഒരു 10 മര്യാദക്ക് കട്ട് ചെയ്യാ തോന്നാണ്. ബാക്കി എടുത്തോളാം. അറിയാതെ പറഞ്ഞത് 10 മുറിക്കാണ്. 10 ഉണ്ടാ മുറിച്ചേരാന് വേണ്ട, ആവശ്യമില്ല. അതിൻ്റെ ചിക്കൻ ചിക്കൻ ഇത് 2 പീസ് മാറ്റി വെക്കുമ്പോ 1 പീസ് ചൂടാണ് എന്തിനാ? ഇന്നെന്താ പൂരി ഉണ്ടാ? പത്തിരി ചൂടാനോ എന്തെങ്കിലും? വത്തക്ക നമ്മൾ ചൂടാൻ പോണേ. വത്തക്ക ചൂടാനാ? വത്തക്ക മുറിക്കാൻ പോയി സംസാരിച്ച് പഠിച്ചു. എന്നോട് പറഞ്ഞിട്ട് എന്ത് ജാദ്യം പോയി സംസാരിച്ച് പഠിച്ചതാണ്. ചിക്കൻ കുറെ നേരം എങ്ങനെ മുറിക്കണേ? ഈ കുറെ നേരം ഞാൻ കുറച്ച് ഫ്രിഡ്ജിൻ്റെ പോയിക്കോട്ടെ. എന്താ വീഡിയോ ചൂടെടുക്കുമ്പോ വെറുതെ ഒലിക്കല്. ചിക്കൻ മാറ്റിക്കോ. ഇത് ഫുള്ളായിക്കുള്ളല്ലടാ, അല്ലാതെ ഉള്ളതുകൊണ്ട് അമ്മ തിന്നണ്ട. 4 ലക്ഷമുള്ളൂ. അപ്പൊ അമ്മക്ക് എത്ര ലക്ഷം? അപ്പൊ എത്ര ആളുണ്ട്? ഇത്ര പരിശ ഇത് ഇതിക്കെടുക്കാം. ഇത് പോരാ. 5 ലക്ഷം ഇനി ഇതിക്കില്ലാന്ന് പറയരുത്. എന്തില്? ഉള്ളി പൊരിക്കടിക്ക്. പൊരിക്കടി ഇന്ന് എന്താണ് പടി? പൊരിക്കടിയാ? വെറുതെ ഒരു കടി. എന്താ കടി? അപ്പൊ തീരുമാനിക്കും. അല്ല എന്താണ് പേരൊന്നുണ്ടാക്കുമ്പോ കാണാം, അറിയില്ല. ചിക്കൻ റോൾ അല്ലേ? ചിക്കൻ റോൾ ഉണ്ടാക്കല് വേറെ ടൈപ്പാ. റോളാക്കിയാണ്ട് ഉണ്ടാക്കുക. ചിക്കൻ റോളൊക്കെ ഉള്ള സാധനമില്ല. മീൻസ് അതിന്റെ മാവിനുള്ള വീഡിയോ അടക്കാം. ചിക്കൻ മാറി ഉള്ളി വാട്ടുന്നു. ചിക്കൻ മാറി ഉള്ളി വാട്ടുന്നു. ചിക്കൻ ഷായില മുത്താണ്. നമുക്ക് വേണ്ടി 5 പീസ് മാറ്റി വെച്ച് ഷായിലേക്ക് എല്ലാവരും ഒരുക്കുക. ഷായിക്ക് വേണ്ടി അനക്ക് ചിക്കൻ തന്നീനോ? ബാക്കിയുള്ളവര് തുറന്നിട്ടീന വലിയ ടീവ്. അനക്ക് ചിക്കൻ തരണീനേ, ബാക്കിയുള്ളവരെന്തിനാ തരക്കണേ? ഓർക്ക് കിട്ടിയതല്ലേ ഓർക്ക് കാര്യമുള്ളൂ.
ഞാനല്ലല്ലോ നിങ്ങള് പിന്നെ ഞാൻ എന്താക്കണേ ഇജ്ജ് വത്തക കട്ട് ചെയ്ത പോലെ എല്ലാരും കണ്ടു. മറ്റേത് മേടിച്ചു പാലാ ഷൈല അന്നോടില്ലേ 3-4 ആൾക്കാരില്ലേ പാട്ട് പാടാൻ പറഞ്ഞു. 3-4 ഒരാളല്ലേ ഇന്നലത്തേലുണ്ട് മിഞ്ഞാന്നത്തേലൊക്കെ ഉണ്ട്. ഞാൻ ഒറ്റ വീഡിയോയില് കണ്ടു. ഷൈലനെ കൊണ്ട് വ്ളോഗില് പാട്ട് പഠിപ്പിക്ക്. അവളെ പാട്ട് ഇമ്മ ഒരാള് കമന്റ് ഇട്ടതാ. അപ്പൊ ഏതോ ഒരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നു കാക്ക പാട്ടാട് പറഞ്ഞതിനോട് ഈ ശബ്ദമായപ്പോ പറഞ്ഞതാവും, അതുകൊണ്ട് പറഞ്ഞതാവും. ഇതൊക്കെ പാട്ട് പാടാൻ പറഞ്ഞു. ഇന്ന് രാത്രി കൊണ്ട് പോടെ നീ ശബ്ദം വെച്ചിട്ട് പാട്ടാടുക. അതിനപ്പൊ റീലൊക്കെ ഇട്ടെ. ആര് റീലിട്ടെ? സാമിന്റെ ഇതിലിട്ടില്ല ഒരു വീഡിയോ, ഒരു പാട്ട് വെച്ച് കണ്ട്. ഇപ്പൊ ഒരു പാട്ടല്ല കളിക്കുന്നുണ്ട്. ഒരു ഉമ്മാന്റെ ആ പാട്ട് പാടി ഞങ്ങൾക്ക് ആ ഗൾഫിൽ പോണേ ഉമ്മയും ഞാനും തനിച്ചാണ് വീട്ടിൽ. കൊണ്ട് പഠിപ്പിച്ചാലോ? ഞങ്ങൾക്ക് ഉണ്ടാവില്ലേ? എനിക്ക് തൊണ്ട വയ്യടാ. മര്യാദക്ക് വർത്താനം കൂടി പറയാ. 2 പാട്ട് ഇപ്പൊ പാടുവോ? ഇപ്പൊ പാടൂല, എന്റെ ശബ്ദമൊക്കെ ശരിയായിട്ട് പാടി തന്നെ. എല്ലാവർക്കും പാടില്ല. ഇവളോട് ഒരാളെ ചോദിച്ചിട്ട് അപ്പൊ ഓരോ പാടി കൊടുക്കണ്ടേ? ഓരോക്കല്ല ഞാൻ കമന്റ് ഇട്ടോണ്ടേ സാലു ഒരു പാട്ട് പാടുവന്ന് കമന്റ് ഇടേ. ഞാൻ കമന്റ് ഇടും. അപ്പൊ ഓളാണ് ഇപ്പൊ ഓളെ കാര്യങ്ങളൊക്കെ കമന്റ്, ഓള് ടോപ്പാണെന്ന് പറയുന്ന സാധനങ്ങളൊക്കെ എന്റെ കമന്റ് അത്ര ആൾക്കാരുടെ അവിടെ ഉണ്ട് കളിയില്. ഷായിലിനോട് ചോദിക്കുന്നുണ്ട്, ഷായില 5 എന്താ വീട്ടിക്ക് നോമ്പോർക്കാ പോകത്തേന്ന്. ഞാൻ പോവും. എന്ന് പോവും? എങ്ങനെ പോവും? എന്റെ കൂടെ നോമ്പർപ്പിക്കലുണ്ടല്ലോ. എന്റെ കൂടെ നോമ്പർപ്പിക്കലുണ്ടല്ലോ. നിക്കാനും പോവും. നിക്കാന് എന്ത് നോമ്പർപ്പിക്കല്ല? അന്ന് എല്ലാരും വീഡിയോ കണ്ടു. ഇതൊക്കെ ഇജ് പോയാല് വീഡിയോ കാരല്ലേ? അന്റെ വീഡിയോ അന്നെ കാണാനാണ് എല്ലാരും വീഡിയോ കാണുന്നത്. അന്റെ ഫാൻസ് ആണ് കൂടുതൽ. ഇത് ഇങ്ങോട്ട് നോക്കി, ഇജാണ് മെയിൻ. ഇജ് വാണതില് മനസ്സിലായില്ലേ? ഇങ്ങോട്ട് നോക്കി ഷാ നോക്കി ജി, ഇജാണ് എന്താ പാവല്ലേ? ഇങ്ങനത്തെ അമ്മായി വന്നേ നമ്മളറിയില്ലേ? അപ്പൊ നമുക്ക് ആരും ഉണ്ടാവില്ലല്ലേ വീഡിയോ എടുക്കാൻ? ആരുണ്ടാവുക? വീഡിയോ എടുക്കണ ഇപ്പല്ലേ? അല്ല, വീഡിയോയില് നിക്കാൻ ആരുണ്ടാവുക? എന്ത് ചെയ്യീ? അതിന് വേറെ സായില പറഞ്ഞു ഞാൻ പോണില്ല. ആരപ്പോ? ഞാൻ അറിഞ്ഞില്ല. ഞാൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ്. പോയിട്ട് 2 ദിവസം കഴിഞ്ഞ്. എപ്പോ? പോകാൻ ഇഷ്ടമില്ലെന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? എനിക്ക് പോകാൻ ഇങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ല, എനിക്ക് പറയാൻ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അത് തുടക്കത്തിൽ പറഞ്ഞാണല്ലേ സാറ്? തുടക്കത്തിലല്ല ഒടുക്കത്തിലല്ലോ ഞാൻ പറഞ്ഞത്. നമ്മള് കേട്ടത് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ വാക്ക് മാറ്റോ? തീരെ ശരിയല്ല. ഞാൻ പറഞ്ഞില്ല. തീരെ ശരിയല്ലോ. വാക്ക് മാറ്റാൻ പാടില്ല. ഒന്നുകൂടി ഒരു ചെറുതിനുള്ളുണ്ടാവും. അത് നിങ്ങളെ പറ്റിക്കാനും മൈദ എന്ന് ഓരോ ഷേപ്പിൽ തരും. അപ്പൊ ഓരോ കടി. നിങ്ങളെ പറ്റിക്കാനേ മൈദയിൽ കൂട്ടി നിറച്ചിട്ട് ഓരോ നേരം ഓരോ ഷേപ്പ്. പൂർണ്ണ വിശ്വാസമായി. നിങ്ങളെല്ലാം പറയണ ഉടായിപ്പ്. പറ്റിക്കൽ ടീമാണെന്നുള്ളത് ഉമ്മയും മരുളും പറ്റിക്കൽ ടീമാണെന്നുള്ളത് ഇപ്പൊ ഉറപ്പായി.
നിങ്ങൾക്ക് തിന്നുമ്പോ ടേസ്റ്റ് ഉണ്ടായ പോലെ പിന്നെന്താ. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന സാധനത്തിന്റെ ഒരു പേര് പറഞ്ഞൂടെ? ചിക്കൻ റോളാണ്. ചിക്കൻ ഇട്ട റോള്. പക്ഷെ ചിക്കൻ റോള് നമ്മൾ ഇന്ന് ഉണ്ടാക്കണില്ല, അതിനുള്ള സാധനം ഇല്ല ഇനി. നിങ്ങൾക്ക് തിന്നുമ്പോ ടേസ്റ്റ് ഉണ്ടോ അത് നോക്കിയാ മതി. അല്ല പിന്നെ വേറെ വർത്താനല്ലേ? അതെന്താ മറ്റൊന്ന് ചോദിച്ചു അപ്പൊ ഇപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എമ്മയും മരോളും നമ്മളെ പറ്റിക്കാനുള്ള തീരുമാനത്തിലാണ്. എന്തൊക്കെ തരം ഒരു സാധനം ഉണ്ടാക്കിക്കണ എന്തൊക്കെ ഒരു തരം ഉണ്ടാക്കി എന്താ സാധനം? ഞാനല്ല പറഞ്ഞു മറ്റേ അതിനെന്തോ ഒരു വേറൊരു സാധനം ഉണ്ടല്ലോ, എന്തോ ഒരു ഇവൻ കുറ്റം പറയാണ്ട് ഇവന് ഈ കാര്യം തിന്നാ. പിന്നെ തിന്നാണ്. അത് ശരിയാണ്. പിന്നെ തിന്നണ്ട കുറ്റം പറയല് സാലു ഇങ്ങോട്ട് ആരെ ഒറ്റടിക്ക് കാലം മാറാന്നൊക്കെ പറയില്ല, ഓന്ത് കളറ് മാറാന്നൊക്കെ അല്ല, അതേമാതിരി ആയിക്കണ്. പെട്ടെന്ന് കളറ് മാറിയിരുന്നു. പെജിന് ഒരിക്കലും പെജിനെപ്പുറം നിക്കാൻ പാടില്ല. പൂരിക്കവരെ അല്ല പാര ഭാഗത്ത് നിക്കണില്ല. കൊറച്ചേരം സാലുവിന്റെ കൂടെ കൊറച്ചേരം ഇന്റെ കൂടെ. എന്ത് കയ്യമ്മ സ്കെച്ച് പിന്നെ നമുക്ക് പണിയെടുക്കാക്കണേ ആളാക്കിയിട്ടില്ലേ? ഞാനൊന്ന് കഴിഞ്ഞോ അല്ലാ വത്തക്ക കട്ട് ചെയ്ത് കൊള്ളാം. ഇനി ഇതെന്താ ഭൂപടാക്കാനാ? ഓനൊക്കെ കൊളാക്കി ഓനൊക്കെ കൊളാക്കി തരുള്ളൂ. ഞാനോട് കൊളാക്കിയിട്ടൊന്നുമില്ല. ഒരു മാസത്തിന് മേലായിട്ട് ഭയങ്കര ദേഷ്യം. എന്താ സംഭവം? ഓ എന്നെ ചൂടാക്കിട്ട് ഓന് ശീലായതാ. ഇടക്കിടക്ക് ഫ്രിഡ്ജ് തുറന്നോക്കാം, ഫ്രിഡ്ജ് തുറന്നു നിൽക്കുന്നുണ്ട് കാറ്റിട്ടാ വേണ്ടി. ഇജപ്പൊ കരണ്ട് ബില്ല് കിട്ടണേ. ഫ്രിഡ്ജ് തുറക്കണ ഒരു സുഖം. എന്നൊരു തുറക്കല് തുറന്നില്ലെങ്കിൽ ആകെ ഇറങ്ങാറാ. മനസ്സിനൊരു സുഖം കിട്ടൂല തുറന്നില്ലെങ്കിൽ. എന്താ ഒരു ടൈപ്പും അല്ല. എന്താ റസ്ക് പൊടിയാ? റസ്കിന്റെ പതിനെ ഇതെടുത്ത് ഞാൻ ബ്രെഡ് പൊടിക്കണോന്ന് ആലോചിച്ചത്, പിന്നെ ഓർമ്മ വന്നതുണ്ട്. ഓൾറെഡി റോളാക്കി വെച്ച സാധനം ഇത് എന്ത് ചെയ്യാൻ പോവാ? ഇതെന്താ എന്നാ നിങ്ങക്ക് മറ്റേ മോമോസ് മാതിരി ഉണ്ടാക്കി ആവി ഏറ്റിട്ടാ? പൊരിച്ചാ മതി. ആച്ചേക്ക് മോമോസ് ആക്കിക്കാണ്ട് മോമോസ് രൂപത്തിൽ ഷേപ്പ് മാറുണ്ടെന്നല്ലേ ഉള്ളൂ. എങ്ങനെയായാലും തിന്ന ഒരു ഷേപ്പല്ല. അല്ല ആ രസല്ലേ മോമോസ് എന്ന് പറയാലോ. ഏത് മോമോസ് പൊരിച്ചത് എന്നാണ് പറയാ. പാടേ മോമോസ് പൊരിക്ക. ആ പൊരിച്ച പുതിയ വെറൈറ്റി ആക്കണം മോമോസ് പൊരിച്ചത്. അപ്പൊ ഇത് പൊരിക്കാൻ പോവണ്ട. ആ പൊരിക്കാൻ പോവല്ല. 2 4 6 8 2 4 6 8 10 12 14 16 18 ഉള്ളൂ. 6 7 8 9 10 11 12 13 14 15 16 17 18 ഉള്ളൂ. 18 ഇല്ലേ? അതിലുള്ളൂ. ഇതന്നെ തിന്നു ഫുള്ള്. ആര് എത്ര ഇപ്പൊ എത്ര തിന്നണേ? 2 അല്ലേ? രണ്ടെണ്ണത്തിന്റെ ഏറെ തിന്നട്ടല്ലേ ശൈല. ബേജാറാണ് തീർന്നു പോകുന്നില്ല. സായിക്ക് ബേജാറെന്താ? സാല് ഉള്ളിൽ എടുക്കുമെന്നുള്ള ബേജാറ്. അങ്ങനത്തെ നമ്മക്ക് അങ്ങനൊന്നുമില്ല. നമ്മക്ക് എല്ലാരും തിന്നണം. എല്ലാരും തിന്നണം. എല്ലാവർക്കും തുല്യതായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും കൊടുക്കണം. വെള്ളാക്കാന് അത് മഞ്ഞാക്കാന് നോക്കാം നമുക്ക്. ചെറിയ പാത്രം ഉണ്ടമ്മ, ചെറിയ പാത്രം ഉണ്ടമ്മ, ചെറിയ വട്ടപാത്രം ഉണ്ടോ? വട്ടപാത്രം ഉണ്ടോ? ആവശ്യത്തിനാ. അന്ന് നമ്മള് കറിക്കൊണ്ട പാത്രം ഇടാം. ഇത് ചെറിയ പൊട്ടാക്കണം. അങ്ങനെ ഇങ്ങനെ 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 ഇതിങ്ങനെ പൊരിക്കാന്. ചെറുത് ഞാൻ പരത്തും.
ഞാൻ പരുത്തുന്ന സാധനം ഇവിടെ കൈമുള്ള ചളിയും പിന്നെ ഇപ്പൊ കണ്ടോളിട്ടാ ഭൂപടം ഉണ്ടാക്കാൻ പോണേ. പരുത്തണ സാധനം ഇവിടെ പരുത്തണ സാധനം അന്ന് എടുത്തങ്ങോട്ട് ഞാൻ അവിടെ ഒരു പണി എടുക്കണില്ല. എനിക്കുണ്ടല്ലോ എന്റെ റൗണ്ട്. നമ്മൾ പരുത്തണ നോക്കണ്ടേ ഒരു കട്ടറേറ്റ് മുറിക്കാൻ ആർക്കും പറ്റും. അതല്ലാതെ ഈ റൗണ്ടിൽ ചപ്പാത്തിയൊക്കെ പറ്റും. അതുകൊണ്ട് ആ വട്ടം തരുമാ നാലായി. ഇതല്ല ചെറുത് പറ്റൂല. പൊരിച്ച പത്തിയൊക്കെ ഉണ്ടാക്കി. ആ ചെറുതെടുത്താ അത് നാക്ക് നാക്കിൽ വരുത്തി. കളിയാക്കേണ്ട സാധ്യത. വെറൈറ്റി പൊറാട്ട ഉണ്ടാക്കണേ. നമ്മൾക്ക് പരത്താനൊക്കെ അറിയാം. ഇതിന് പരുത്തുക എന്നല്ല പറയാ, നീട്ടുക എന്നാണ് പറയാ. ഇങ്ങനത്തന്നെ വരച്ചല്. പിന്നെ എങ്ങനെ വരച്ചല്? ഇങ്ങനെടാ വരുത്തുക. പിന്നെ റൗണ്ടിൽ വരുത്തണോ? റൗണ്ട് പാവും. ആ അതായിട്ട് മുറിക്കാനല്ലേ? അപ്പൊ റൗണ്ടാവും. ഒന്നാവും. എടാ ഒന്നും കൂടിയാണ് നീട്ടിയാല് രണ്ടായില്ലേ? അവന്റെ കുട്ടിപ്പൂരിയ നമ്മള് ആക്കുന്ന് പറഞ്ഞ ആക്കിയിരിക്കൂ. ആക്കിക്കോ. സാലും അടുക്കളേ ഒരു സിംഗിള് മൂന്നാളും ഉണ്ടാക്കിക്കോളി. അനക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാണല്ലോ. അല്ല ഞാൻ നല്ല പോലെ എടുക്കും. ഇവിടെ രണ്ടാൾക്കാര് അന്നെ വിശ്വാസം ഇല്ലാത്തുള്ളൂ, ബാക്കി രണ്ടാളും വേണം ചെയ്യും. പിന്നെ എന്നും നിങ്ങൾ കയറേണ്ടി വരുന്നില്ലേ? നോക്കി ഇതെന്താ നോക്ക്, വട്ടം നോക്കി. അടാ മൂടിയിട്ട് റൗണ്ട് ആക്കാൻ അതെന്താ എന്താ നമ്മളെ വട്ടോ? റസ്ക് പൊടി. അതെ എന്തേലൊക്കെ ആവണല്ലോ. ഇതിനെ കൊണ്ട് ഇപ്പൊ എന്താ പറയാ, ചിക്കൻ റോൾ അല്ല. ചിക്കൻ റോൾ നമ്മൾ ഉണ്ടാക്കണ ചേച്ചിന്. പക്ഷെ ചിക്കൻ റോളിന്റെ മാവ് ഇങ്ങനല്ല, ഇത് വെറും മൈദ വെച്ചിട്ടല്ലേ. മറ്റേക്ക് ഇതൊക്കെ ഇടണം. 2 മണിക്കൂർ മുമ്പേ മാവ് തയ്യാറാക്കണം. ഈസ്റ്റ് പാലക്ക് ഈസ്റ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുക. പക്ഷെ ഈസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അല്ലാത്ത ഉണ്ടാക്കി. അല്ലെങ്കിൽ ഇന്ന് ചിക്കൻ റോൾ ഉണ്ടാക്കി. സാലു ഉണ്ടാക്കുന്ന ഇടുക്കി. ഇപ്പം അതാ വെറൈറ്റി. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തേക്കിയിട്ട് ഇങ്ങനെ ആക്കണം. കുറച്ച് സോസ് എടുത്തോ. ഇത് കിട്ടൂടെ? എന്തോ റോള്, ചിക്കൻ റോളിന്റെ വേറൊരു വെർഷനാണ്. അഡിഡാസിന്റെ ചിക്കൻ റോൾ എന്നൊക്കെ പറയാം. ചിക്കൻ റോളിന്റെ വേറൊരു വെർഷനാണ്. 2.0 ആണ്. അപ്പൊ എല്ലാരും നോക്കുക, എല്ലാവരും ട്രൈ ചെയ്യുക. ഇതിന്റെ റെസിപ്പിയും കാര്യങ്ങളും അയക്കുന്നത് ഷായിലേക്ക് DM ചെയ്താൽ മതി. അപ്പൊ ഷൈല പറഞ്ഞല്ലോ. ഷൈല പിന്നെ അപ്പൊ എല്ലാരും നമുക്ക് മെസ്സേജ് അയക്കുക. ഷൈല യാസ്മിൻ ഷൈല യാസ്മിൻ ഓക്ക് DM ചെയ്താൽ എല്ലാവർക്കും ഇതിന്റെ റെസിപ്പി പറഞ്ഞുതരും. ഇതാണ് ചിക്കൻ റോളിന്റെ 2.0 പുതിയ ചിക്കൻ റോള്. ഷൈലിന്റെ എന്താ ആ ട്രെയിൻ പോയതാ നിങ്ങൾ എന്തെല്ലാരും ഉണ്ടാക്കണേ? ഷൈല എന്തെങ്കിലും പറ. ഷൈല പോവാണല്ലോ.
ഉമ്മൻ്റെ കൊടുക്ക് അവളോടുക്ക് ഉമ്മൻ്റെ കൊടുക്ക് ഇത് എൻ്റെ അമ്മൻ്റോട് ഞായറാഴ്ച കമന്റ് ബോക്സ് ഉണ്ട് ഷായിലോട് നിൽക്കാനൊന്നും പോകാൻ ഇഷ്ടമല്ല ഷായിലൊക്കെ പോകാൻ ഇഷ്ടമല്ല ഷായില പോവാണ്. അപ്പൊ എല്ലാരും അഭ്യർത്ഥന മാനിച്ച് ഷായില പോവാണ്. ഇനി ഒരാഴ്ച വ്ളോഗിൽ ഉണ്ടാവില്ല വ്ളോഗിന് ഇനിയിപ്പോ ഫാൻസ് എല്ലാരും ഇനി കമന്റ് ഒന്നും ഇടലുണ്ടാവില്ല കേട്ടോ. ഷായിലന്റെ ഫാൻസ് ഷായില ഉണ്ടായോണ്ടാണ് വീഡിയോ കാണാൻ വരുന്നത് തന്നെ. ഷായില ഫാൻസ് ഒക്കെ ഞങ്ങൾക്ക് ഡെസ്പാവും. ഷായില പോയിട്ട് നമുക്ക് അടിപൊളിയാക്കാം. ഷായില പോയിട്ട് വേണം ചിക്കനൊക്കെ ചൂടാൻ. ചുട്ടോ എനിക്ക് വലിയ പൂജയൊന്നുമില്ല. ചിക്കൻ ചൂടണം, അതിന്റെ അടി പോയി കണ്ട പിന്നെ കറക്റ്റ് ആവും പറഞ്ഞു. ചിക്കൻ ചൂടണം, ബക്കറ്റ് ചിക്കൻ. പുറത്ത് പോയി നോമ്പെടുക്കാൻ ചിക്കനാവും. പുറത്ത് പോയി നോമ്പെടുക്കണം. നാളെ പോരാ അങ്ങോട്ട് അങ്ങോട്ട് ആര് പറഞ്ഞു? കാര്യമായിട്ട് ആളാണ് ഓന്റെ കഥ പറയത്തന്നെ. ഇവിടെ സദ്യയാണ് വിളമ്പിന്നുണ്ടെ വായന്റെ എല്ലാം തിന്നു സോസും കൂട്ടി. അതിന് എന്ത് കഴിഞ്ഞ് ആ പറയും എന്ത് ആ കളിക്ക് കണ്ടിട്ട് ഞാൻ ചാടി കളിക്കണ കഴിച്ചില്ല. പിന്നെ ഇപ്പൊ 10 ആയിട്ടോ 3 തിന്നു. ഈത്തപ്പഴ അത് ഉള്ളൂന്ന് വെച്ചാൽ ഈത്തപ്പഴ തിന്നില്ല. ഞാൻ പകുതി എടുത്തിട്ടു. 5 അതിലുണ്ട്. ഞാൻ പകുതി എടുത്തിട്ടു. അടിപൊളി ഈത്തപ്പഴല്ലേ? കിട്ടിയ ഇറ്റപ്പയ 1 കിലോ ഒന്നും ഇല്ലല്ലേ? 500. നിങ്ങൾക്ക് കിട്ടിയ ഇറ്റപ്പയ 1 കിലോ തന്നെയല്ലേ? 1 കിലോ. 1 കിലോ ഉണ്ടോ? 1 കിലോ ഉണ്ടാവില്ല. ഉണ്ടാവും, കുരുവിന്റെ വെയിറ്റ് ഒക്കെ ഉണ്ടാവും. അല്ല ഏത് സാധനം അത്ര ഉണ്ടാവും? പറഞ്ഞ സ്ഥലത്തൊന്നും തെറ്റൊന്നുമില്ലല്ലോ. ഒരു അടുത്ത ചിലപ്പോൾ 1 കിലോ ഉണ്ടാവും. ഇനിയിപ്പോ തെറ്റ് ഓള് വളപ്പിൽ ഏതൊളപ്പിൽ ഇവിടുത്തെ ഞാൻ വരട്ടെ. കൂരി അടക്ക 1 കിലോ ഉണ്ടാവുന്ന തെറ്റ്. വത്തക്ക എടുക്കുമ്പോ വത്തക്ക ചോപ്പ് മാത്രമേ തോടെടുക്കാനേ വെക്കുള്ളൂ. അതിന് 2 കിലോ ചെയ്യുന്ന കീന്ന് പറഞ്ഞേ. ചെവിയില് കീ അല്ല അപ്പുറത്ത് വരൂ. എനിക്ക് ചെവിക്കല്ല തലക്ക് വരെ കീ ആയിരുന്നു. ചെവി അടിച്ച് കൂക്കിളിക്കാന്ന് തലമലല്ലേ ചെവിയില്ലേ? തലക്ക് വരെ കീ ചെവി അടിച്ച് കൂക്കിളിക്കാന്ന് പറയും വയസ്സന്മാര്. അതല്ലേ ഒരു ചെവി ഇവിടെ അടിക്ക്, ഞാൻ ഇവിടെ കൂക്കാം. സോസും കൂട്ടി തിന്നോക്കിയാ നല്ല രസമുണ്ടോ? തിന്നോക്ക് തിന്നോക്ക്. പറയണ്ട, ഇവര് രണ്ടാളും ചെറുപ്പത്തിൽ എന്താ പണി അറിയാം. സാധനം ഉണ്ടാവും, സാധനം സൈഡിൽ വെക്കുള്ളൂ. ഇവര് രണ്ടാളും പത്തിരി പരത്തുമ്പോ അതിന്റെ ഇടയ്ക്ക് വരും ചെറിയ പത്തിരി ഉണ്ടാവും. ഇങ്ങോട്ട് തല്ലുണ്ടാക്കല. എത്ര കിട്ടും എന്നോട്? ഉമ്മച്ചിന്റെ നല്ല കിട്ടും. ഇപ്പൊ രണ്ടാളും ഇല്ലാത്തോണ്ട് കരല്ല എപ്പോഴും അടിയാണ്. ഉമ്മച്ചിന്റെ എത്ര മാതിരി അടി കിട്ടുന്നത്. ഒരു നോമ്പിനിട്ട് ഞാൻ നാട്ടിലില്ലേ. എന്നിട്ടുണ്ടോ ഉൾപ്പേ? ആലുവിനൊക്കെ എത്ര മുള്ള എന്നോട് കിട്ടിയ ഇമ്മല്ലേ അടിക്കണില്ല, അപ്പുറത്തെ ആൾക്കാരൊന്നല്ലല്ലോ അടിക്കുന്നത്. പഴയ സമയത്ത് എനിക്കിത്രാണോ എത്ര ഓനും വരും. സാധനം സൈഡിൽ ഉണ്ടാവുള്ളൂ. എന്ത് അങ്ങനെ പോ രണ്ടാൾ അടിപൊളി നോക്കി ഇങ്ങനെ ഇരിക്കും. മൂലക്കലൊക്കെ ഒരു പാവനി സാധനവും ആരും കാട്ടില്ല, ഉള്ളിൽ കൂടെ ഒക്കെ ചെയ്ത് കാണ്ട് മുണ്ടാതെ ഒരു മൂലക്കൽ ഇരിക്കും. രണ്ടാളായിട്ട് പൂട്ടലാ. ഇപ്പഴും നിങ്ങള് പറയണ്ടല്ലോ ഓള് പാവനി. ഓളെ മെയിൻ ഇപ്പോഴാണ് ഉഷാറായത്. ഓളെ മെയിൻ ട്രിക്ക് അതാണ് പാവത്താര. ഓളാരോടും മുണ്ടൂലേനി. ബാബാക്ക് വരെ എന്നോട് പറഞ്ഞു ഓളെ ആൾക്കാരെ ഇടയിൽ എടുത്ത് കൊണ്ടുവരണം, എന്നാലും അവൾ മുണ്ടുള്ളൂ തന്നെ. ഓളെ എങ്ങനെയാന്ന് ഓൾക്കാരോ അങ്ങനത്തെ ഓള് വേറെ ഒന്നുണ്ട്. ഓള് ഉള്ളിൽ കൂടെ നല്ല കാട്ടിക്കൊണ്ട് വല്ല കൊണ്ടാക്കും. ഏറ്റവും തല്ല് കിട്ടാത്തത് ഓക്കുള്ളൂ. അതില്ല ചളിയില് ഓക്കിനോട് വല്ലാത്ത തല്ലൊന്നും കിട്ടിയില്ല.
ഓല് ഇമ്പലാണ് രണ്ടാളും. ഓള് കുളിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് കയറൂല. അങ്ങനെ എന്തെങ്കിലും ദേഷ്യം പിടിച്ചില്ല. എന്തടി നെച്ചും കൂടി മുട്ടൂല. എന്ത് കളയൊരു സാധനമില്ല. അങ്ങനത്തെ എല്ലാരോടും നായ വെക്കലൊക്കെ ബസ്സിൽ കയറിയ ശേഷം നായ വെക്കല ഉഷാറായത്. ശേഷം പാവായത് നല്ലതല്ല, ഉഷാറായ നായ വെക്കല. നായ വെക്കൽ തുടങ്ങി. പിന്നെ പിന്നെ എല്ലാരോടും നല്ല തട്ടുത്തരം പറയൽ തുടങ്ങി. ഓള് ബസ്സിൽ കയറിയ ശേഷം അത് ഓടിച്ചു തുടങ്ങി. എന്നാളില്ലേ ബസ് കയറി പിന്നോട്ട് വെച്ചാൽ നിങ്ങളെ മോളെ കെട്ടിച്ച് കുട്ടിയൊക്കെ ആയില്ലേ ബസ്സത്തൊരു കണ്ടക്ട്. ഞാൻ അറിയുന്നില്ല. അപ്പം ഞാൻ കണ്ടൊരു ദിവസം റീലൊക്കെ കണ്ടിട്ട് പട്ട് ചുഖത്തൊക്കെ ഒരു ദിവസം പോയില്ലേ നോമ്പിലെ ബസ്സിന് പൈസ കൊടുക്കുമെന്ന് അറിയാം. ഫ്രീ ആയിട്ട് വന്നോ? എൻ്റെ ആങ്ങളാണ് വെയിറ്റ് ഉണ്ടാവാൻ ചോദിക്കാം. മിണ്ടാന്നാ പോരെ, വെറുതെ ചോദിച്ചാ. ഞാൻ പലതും പറയൂ. അങ്ങനെ പലതും പറഞ്ഞെന്തിനാ? എന്റെ ഇഷ്ടം. ഇതെന്താ സാധനം ഒന്ന് ബാക്കി? ഇതൊക്കെ വേണ്ട ഇതൊക്കെ വേണ്ട. അതായത് എന്നാ തോന്നുന്നുണ്ട് വിചാരിച്ച്. സാലു 18 ഉള്ളോ ചോദിച്ചിന്. എന്നൊക്കെ വേണ്ടേ? എന്തിനാ അങ്ങനെ ചോദിക്കണം? എന്ത് നിനക്ക് കിട്ടാനുള്ള ഞാൻ സ്നേഹത്തോടെ അമ്മായിമ്മ തന്നത് വാങ്ങണം. നിരസിക്കാൻ ഈ പാടില്ല. ഒരു ജ്യൂസിനെ എങ്ങനെ ഫുള്ളാക്കി? നിരസിക്കാൻ പാടില്ല. പിന്നെ നല്ല പോലെ തന്നവരെ ഇപ്പച്ചി കത്തിക്കാൻ നോക്കുന്നുണ്ട്. കുടിച്ചുള്ളത് ചോദിച്ചത് ഇപ്പച്ചി രണ്ടാമത്ത് നിൽക്കുക. ഉപ്പൊക്കെ കുടിക്ക്, തിന്ന നോക്കുക. നിന്റെ കോട്ട കഴിഞ്ഞു. പറ്റില്ല, എന്റെ കോട്ടി കഴിഞ്ഞു. ഞാൻ 3 നിർത്തുന്നു. ഇന്നത്തെ വീഡിയോയിലുണ്ട് ഇപ്പൊ ആകെ 2 നിന്നുള്ളൂ. 1 or 2? അങ്ങനെയല്ല, ഞാൻ 2 തിന്നു ഞാൻ പറഞ്ഞു. പക്ഷെ 1 കൂടുതൽ തിന്ന് ഉണ്ടായിട്ടില്ല. ചെറിയ സാധനമായതുകൊണ്ട് ഇന്നലെ ഇതിലും ചെറുതായിരുന്നു. എന്നിട്ട് ഇപ്പൊ പറഞ്ഞു ഞാൻ 2 നിന്നിട്ടുള്ളൂ. 2 തിന്നു. അപ്പൊ ഇന്ന് അതിന് വലുതാണല്ലോ. നിങ്ങൾ എന്താ പറഞ്ഞത്? 2 ഏറെ ഇന്നലെ 26 ഉണ്ടാക്കിയായിരുന്നു. അതിൽ 6 ചിന്ത ഞാൻ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞു? ഞാൻ ഒന്നെ ഇന്നലെ തിന്നേ. ഇന്നലെ 6 ബാക്കി 20 അവിടെ. 6 തിന്നോട്ടെ നീ. അല്ല, ഓള് തിന്നോട്ടെ. ഓള് ഇന്നോട് ഇന്ന് കള്ളം പറയണ. അന്റെ നോമ്പ് പോയി. എന്റെ നോമ്പ് കള്ളം പറഞ്ഞേ. അഞ്ചാമത്തെ തിന്നുണ്ടാവും. ബാക്കി 15. ബാക്കി സാലു 10 സാല് 7 നിന്നേ. ഞാൻ എത്ര ഇന്നലെ അല്ല, ഉണ്ടാക്കി 8 നിന്നേ. കോഴിയുടെ ഞാൻ 2 തന്നെ നിന്നു. 2 നിങ്ങളെത്ര 3 അഞ്ചായി ഇജോ ഞാന് 4 കറക്കില്ല. 4 9 ഞാനൊരു 3 4 ഞാനും തിന്നു. 9 12 ആവും. ഞാൻ 2. സാലു അതുകൊണ്ടാവും. ഞാൻ 3 4 തിന്നിട്ടുള്ളൂ. എങ്ങോട്ട് പോണതൊക്കെ ഇവിടെ ഗ്രൈൻഡർ ഒക്കെ ഉണ്ടോ? സാലിന് എന്ത് തരാ? സാല് ആദ്യം പിന്നെ കൊറേ പിന്നെ പാവാണ് അതൊന്നും പറയാൻ പാടില്ല. അങ്ങനെ എന്താ പൂച്ച ചാടിയതാ. അങ്ങനെയല്ല, സാലുവിന് തിന്നാ ഇഷ്ടംപോലെ ആക്കത്തി തിന്നാണ്ട്. പറ്റല്ലേ തിന്നണ്ട. പിന്നെ ബേജാറാണ് സാലുവിന്. സായിലൊക്കെ ബേജാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സാലുവിന് സായിലൊക്കെയാണ് ഇവിടെ ബേജാറ്. അവിടേക്ക് ബേജാറ്. സായിലാന്റെ ഉദ്ദേശം എന്താ പറയാ? ഇത് ഇവന് സാലു തിന്നുള്ള ബേജാറാ. സാലുവിന്റെ ബേജാറോ ഇത് തീരുന്നുള്ള എടുക്കാറോ? സാലിങ്ങനെ അപ്പൊ സായില് തിന്നോട്ടാ. എത്ര മടി തിന്നോട്ടെ. പക്ഷെ സായില് തിന്നിനെ നമ്മളാരും അറിയില്ല. ഇന്നലെ ഞാൻ മിഞ്ഞാന്നൊക്കെ തിന്നണേ. എന്നോട് എന്താ പറയല്? ഞാൻ 2 തിന്നത് 1 തിന്നുള്ളൂ. സോസ് കൂടി തിന്നല്ല രസം. ഇന്നലെ ഇവരല്ല ഫുള്ള് ഉടായ്പ സാലു പറഞ്ഞേ. എന്നിട്ട് ഒന്നില്ല 6 എത്ര? ഞാൻ ഇന്നലെ ശരി തിന്നില്ല. ഞാൻ വേദനിച്ച് പോയില്ല. വന്നിട്ട് തിന്നിട്ടുള്ളൂ സമൂസ. ജ്യൂസ് ഒന്നും ഞാൻ കുടിച്ചു. ഞാൻ ചുടുവെള്ളം 1 ഗ്ലാസ് കുടിച്ച് പോയി കിടന്നേ. അപ്പൊ 3 തിന്നുന്നുണ്ട്. ബാക്കി എത്ര ഉണ്ടാവും? ഞാൻ സെറ്റ് ചെയ്ത് തിന്നില്ല. ഞാൻ 6 7 5 12 12 3 2 രണ്ടെണ്ണം
അങ്ങനത്തെ ബാക്കി മുഴുവൻ ചേട്ടൻ 10 എനിക്കറിയില്ല. അമ്മേ അറിയില്ല രണ്ടെണ്ണം ബാക്കിയില്ലേ ഞാൻ ഇന്നലെ പാത്രത്തില് 10 ഞാൻ തിന്ന്. ഇല്ലല്ല അപ്പൊ തന്നെയാണ് തിന്നാതെ പിന്നെ ഓർമ്മയായത്. ഇന്നലെ എന്തെങ്കിലും ഉണ്ടാക്കിയേ? ഇന്നലെ പോയിടാ. അതിന് നമ്മളൊക്കെ ഇങ്ങനെ ഒന്നെടുക്കുമ്പോ സാല് 2 കൂട്ടി പിടിച്ച് ഒന്നായിട്ട് തിന്നുന്നത് അങ്ങനെ കൊക്കുവടെ അടാ അടാ അതിനെ പൊരിച്ച് അൽഷിമസ് ഉണ്ടാ? വെച്ചത് രസമാണ്. മസാല പൊരിച്ച് വെച്ചത് രസമാണ്. അപ്പൊ ഇങ്ങനെ തിന്നും. ശാലയുടെ പുതിയ പൊരിച്ചെങ്കില് പൊരിച്ച് ആ പൊരിച്ചെല്ലാം വെക്കല്. പൊരിച്ച് വെക്കാൻ ഇച്ചല്ലേ ഓളെപ്പോഴും എന്താ പറയാ പനിയൻ. പണിയായിട്ട് എനിക്ക് തിന്ന എനിക്ക് സ്ഥലമില്ലെന്നാ പറഞ്ഞു. ഇത് മോളെ അങ്ങനെ തോട്ടെ ഇതെന്താ പറയാ നമ്മളെക്കാട്ടി 3 ഏക്കർ സ്ഥലം സൈഡിലുണ്ട്. ഞാൻ ഇന്നലെ തിന്നണേ. ഞാൻ പ്രതിരോധ ശേഷിയുള്ള പോക്ക് കുറത്തുന്നോ മധുരമുള്ള അത്ര ഇഷ്ടം. അല്ല ഇത് പറയടോ അന്ന് പാട്ട് പാടാൻ പറയുന്നത് ഒരു പാടാ. ഇന്നത്തെ വ്ളോഗിലെങ്കിൽ ഇനി അടുത്ത വ്ളോഗിൽ പാട്ട് ഞാൻ പറയട്ടെ എന്റെ ശബ്ദം റെഡി ആയിട്ട് പാടും. ശബ്ദം റെഡി ആയിട്ട് എന്ത് റെഡി ആവും എനിക്കറിയില്ല. എന്റെ ശബ്ദം പൊയ്ക്കണില്ലേ? ജസ്റ്റ് തൊണ്ടവേനല്ലേ? രണ്ടുപേരും അനക്കല്ലേ എന്റെ ഈ ജന്മത്തിലെ തൊണ്ടവേന മാറില്ല ഓക്കെ ഓളെ ശബ്ദം എല്ലാം എടാ പാട്ടാണ്. എനിക്കിപ്പോ തൊണ്ടവേനല്ലടാ, എന്റെ ശബ്ദം ഇടക്കിടക്ക് പോണില്ലേ? ഞങ്ങളാണ് കൂടെ ഞാൻ പാട്ട് പാടുന്നത് സാലുവിനോടും പാടാൻ പറഞ്ഞ വീഡിയോ എന്നോട് പാടാണ് ഇന്നൊന്ന് കാണിച്ചോണ്ടാ. കാഞ്ചര ഇന്നത്തെ വീഡിയോയില് എന്റെ പാട്ടായിട്ട് ഓരോ ഓടും എന്റെ പാട്ടായിട്ട് ഓരോ ഓടും. ഇഞ്ചി പാട് ആ ഞാന് പുതിയ മുഖം പാട് എന്റെ പാട്ടായിട്ട് ഓരോ ഓടും. ഷായിന്റെ പാട്ട് മറ്റേ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടപ്പാ അന്ന് വണ്ടർല പോണ സമയത്ത് സാല് പാട്ട് പാടി വെറുപ്പിച്ചിട്ടുണ്ട്. തൊള്ള കൂട്ടാൻ എന്താ തരേണ്ടത്? അല്ല അമ്മ ഏതൊരു പാട്ടടിയില്ലേ? മര്യാദ തൊള്ള കൂട്ടിക്കളി ഞാൻ പരിപാടി തിരിക്കുന്ന ദേഷ്യം പിടിച്ചിട്ട് അയാൾക്ക് ആ തൊള്ള പൊട്ടിക്ക സാധനം. എന്താ എമ്മാരിമായ സാല് അത് എന്താ പറയാ നമ്മളെ സിസ്റ്ററിൽ അതുകൊണ്ടല്ല ഇപ്പൊ പാടാത്തെ പ്രോത്സാഹനമാണ്, എന്നാലേ പഠിക്കുള്ളൂ അല്ലേ സാല? നമ്മള് ശ്രമിക്കാന്നൊക്കെ ചിന്ത. നിങ്ങള് മുളയിലെ നുള്ളിയിലോ അല്ലേ? ഞാനാണ് കളിയാക്കൂല ഇനി എന്തിന് ഇജ്ജ് പാടുമ്പോ. ഇപ്പോഴും കളിയാക്കുണ്ടല്ലോ അവനെ പാട്ട് കേട്ടായിരുന്നു. ഞാൻ കളിയാക്കില്ല. പാടാൻ അറിയണവര് പാടുന്നില്ല. ഓനില്ലേ കറക്റ്റ് വരി പാടാണെ കുഴപ്പമില്ല. പറഞ്ഞത് ശരിയാണ്. ഓനില്ലേ പാട്ടിന്റെ രീതി ഒന്നും കാര്യം, പക്ഷെ വരികളൊക്കെ ഏതോ ജാതി പാട്. ഞാൻ ശ്രമിക്കെങ്കിലും ജാതി പാട് പാടാൻ അറിഞ്ഞിട്ട് പാടാൻ നിൽക്കുന്ന ആളാ ജി. ഷാജിനോട് സാധനമുണ്ട് കസിന് ഓളും ഓള് ഇന്നാളേക്ക് മെസ്സേജ് പറഞ്ഞു വികാക്ക നിങ്ങൾ ഓളോടൊന്നും പാട്ടാണോ പറഞ്ഞിട്ടോ വ്ളോഗിന്റെ ഇടയിൽ എന്നൊക്കെ പറഞ്ഞു. വ്ളോഗിന്റെ ഇടയിലല്ല, നല്ല പാട്ട്. വ്ളോഗിന്റെ ഇടയിലല്ല, അല്ലാതെ ഡിമാൻഡ് ഉള്ളവരോട് എല്ലാം നിർബന്ധിക്കാൻ പാടില്ല. എന്താ പറയാ കൊറേ വട്ടം പാടുമ്പോ ദമ്മാവുമല്ലോ. അപ്പൊ പിന്നെ പറഞ്ഞോട്ടെ വെച്ചിട്ട് ദമ്മാവാനും വേണ്ടിട്ട് നിക്കണേ. എനിക്ക് എന്ത് ചെയ്തമ്മാണ് എനിക്ക് പാടാൻ ചെയ്യുന്നുണ്ടെ ഞാൻ തന്നെ പാടില്ലേ. തേങ്ങ കളഞ്ഞു. അപ്പൊ എന്ന് ഈ പാടും അതാണ് അല്ല പാട്ട് ഓളെ തൊണ്ടാൻ ഈ ജന്മത്ത് മാറൂല. പാടണം നമ്മളെ പറഞ്ഞ് ഇടക്കിടക്ക് ഇതിൽ ഓരോ വരി പാട്ട് പിടിക്കണം. ഓരോ പാടുമുത്തേ നമ്മള് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ട് എനിക്ക് അതിന് താല്പര്യമില്ല, പിന്നെ പ്രോത്സാഹിപ്പിക്കില്ല. പിന്നെ താല്പര്യം ഇല്ലെന്നിട്ടല്ല, ഞാൻ കൊറേ ആയില്ല പാടിട്ടോണ്ട് സാധകം ചെയ്യണം. വലിയ നമ്മളെ മുകളിൽ എന്തെന്നറിയോ സാധക ചെയ്യാൻ കിണറ്റിലെത്തിക്കോളാം. വേണ്ട വലിയ ഡ്രം ഇല്ലേ നമ്മളെ മുകളിലുള്ള ആ ഡ്രം താഴ്ത്തി നിറക്കുക, അതില് വെള്ളം നിറക്കുക. പിന്നെ പാടാൻ ആൾ ബാക്കി ഉണ്ടാവില്ല. പിന്നെ സ്വാഗതം ചെയ്യലില്ല, സാധകം സ്വാഗതം ചെയ്യല അങ്ങനെയാണോ? സാധകം സാധകം വെള്ളത്തിൽ വെള്ളത്തിൽ ഇറങ്ങിട്ട് പിന്നെ അതൊന്നും പക്ഷെ ഇവൾക്ക് അതിന്റെ ഇടയിൽ ഒരാള് ഇങ്ങനെയാണോ സ്വാഗതം ചെയ്യല് കാര്യമായിട്ട് ജയിക്കുക. എല്ലാം നിങ്ങള് പറഞ്ഞു കേട്ടിണ്ടാവും. ഭയങ്കര ഡിമാൻഡാ. നമ്മളൊന്നും പറയില്ല, മാണം പറയും. ഞാൻ പാടിയില്ല. വേറെ ഉള്ളവർക്കുണ്ടല്ലോ എത്ര ദമ്മ്. അമ്മക്കൊക്കെ പാടാനുള്ള കഴിവുണ്ട്. ഞാൻ എനിക്ക് പാടാനല്ല അറിയാത്തവർക്കും പാടാലോ. പാടില്ലല്ലോ. പാടാൻ അറിയുന്നുണ്ട് എപ്പോഴും എടുക്കും നമ്മളിങ്ങനെ പാടിയെടുക്കൂല. പാട് അറിയാത്തോണ്ടല്ലേ എന്നോട് പറയണേ. ഇങ്ങോട്ടൊക്കെ ഉമ്മച്ചിക്ക് പാടാൻ അറിയുന്നുണ്ട്. ഉമ്മ എത്ര പാട്ട് പാടി ഉണ്ടാവും. പാടാൻ അറിയാത്തോണ്ടാണ് നമ്മളെ നിർബന്ധിക്കില്ല. അല്ല നല്ല പാടാൻ അറിയുന്നുണ്ട്. ഈ പാടൂലേ സാബേ? ഇതേമാതിരി ദമ്മിടൂലല്ലോ, ഇടുവോ? ചെറുപ്പത്ത് പാടികള് എന്നാ ചെറുപ്പത്ത് പാടിയ പാട്ട് രണ്ടുപേരും പാടിയാണ്. ഓളെ സൗണ്ട് രസമുണ്ട്, പാട്ട് പാടാൻ. ഇവിടെ പാട്ട് പാടില്ല ആർക്കും അറിയില്ലല്ലോ, പക്ഷെ പാടണം. നല്ല പാട്ട് പാടും.
അടിപൊളി പാട്ട് പാടും, പക്ഷെ ഭയങ്കര ഡിമാൻഡ്. ദമ്മാണ് വലിയ ടോപ്പായ. അത് സാല് പറഞ്ഞ ഭാഗത്ത് ഞാൻ നിൽക്കുക, ദമ്മിലാസ് കൂടുതലാണ്. ആടാ പറഞ്ഞ സ്പോട്ട് പോകണം. ഓൾക്ക് ഇത്ര സപ്പോർട്ട് ഓടുന്ന കിട്ടല്. പൈസ കിട്ടും. ഓള് വല്ല പട്ടിക്കാട്ടിലാണ് കുടിക്കുന്നുണ്ടെങ്കിൽ എന്താവും അവളെ സ്ഥിതി? പട്ടിക്കാടോടാ ഇറങ്ങണ അടികൾക്കിലെ കുണ്ടില്ല അവിടെ. ഇവിടെ നാറ്റുനായിത്തറ ഫുള്ള് ഷായില യാസ്മിൻ ഡോക്ടർ ഓഫ് സെമീർ മദാരി കോച്ചിലോടുത്ത് അണ്ടി വളപ്പി വീട്. വളപ്പിലല്ല മദാരി കോച്ച്. അണ്ടി വളപ്പ് ഒരാള് പാസ്പോർട്ട് വെരിഫിക്കേഷനിലൊക്കെ പോകുമ്പോ അണ്ടി വളപ്പിലൊക്കെ വരെ പോലെയൊക്കെ. നമുക്ക് പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഇവിടെ വരുള്ളൂ. നാറ്റുനായിത്തറ പറയും, ഇവിടെ അതിന് പറയില്ല. അതെന്നാ പറഞ്ഞേ, ഇവിടെ അങ്ങനെ പേരില്ല, അതേപോലത്തെ പേരുള്ളത് അവിടെ. അല്ല, ഇവിടെ അങ്ങനെ പേരില്ല. ഇവിടെ കുപ്പിയോളവ് അലിഞ്ചോടുന്നൊക്കെയാണ് അതന്നെ ഞാനും പറഞ്ഞ അവിടെ എന്നെ പേരാ. പക്ഷെ ഇങ്ങനെ അവിടെ ഇപ്പോൾ എല്ലാരും അണ്ടിയളപ്പെന്ന് പറയാ. അന്റെ തറവാട്ട് പോയാല് ഓടുക്കാണ്ട് അണ്ടിയളപ്പൊക്കെ അതല്ല പറയാ. അല്ലാണ്ട് വലിയ എന്നെ പറഞ്ഞ ഓരോ പറയുന്നത് അല്ല, അവിടെ ഉള്ളവര് ഫുള്ള് അങ്ങനെ ചുറ്റുവട്ടത്തുള്ള എല്ലാരും അപ്പൊ ചെള്ളിവളം അവിടെ വെച്ചാൽ കൊപ്പരമില്ലിന്റെ സൈഡിൽ കൂടെ റോഡിനാ പറയും, വേറെ ഒന്നും പറയില്ല. അല്ലാതെ നിങ്ങളെ മാതിരി എന്താ ഞാനും നല്ലോടെ പോയി പേരിട്ടത്. അണ്ടി കുഴപ്പമൊന്നുമല്ല, എല്ലാരും കമ്പലിട്ടോടി. നമ്മളെ സ്ഥലത്തിന്റെ പേര് ചായ ചായ ഷൈല ഷൈല കവറിടാ. എന്തോ ഷായില പറഞ്ഞ പണ്ടി വളപ്പ് കവറിട്ടാ. ഷായില ഫ്രം വണ്ടി വളപ്പൊന്നും ഓരോ എന്തിനാ മുഖം മാറിടക്ക. ഞാൻ ആദ്യം തുടക്കടോ അതില് ഇങ്ങോട്ട് ബാക്കി ടൈറ്റ് ചെയ്യാൻ പറയട്ടെ ചെടിക്കള്ളൻ ഇല്ലാത്ത ആണാ ഉണ്ടാക്കിയേ. ഫോൺ കാട്ടി സേവ് ചെയ്ത് വെച്ച് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ സേവ് ചെയ്തത് കാണിച്ചു ഞാൻ കണ്ടാ കുണ്ടപ്പൻ. അന്റെ ഉണ്ടല്ല, അന്റെ എന്തൊക്കെ ഉണ്ടല്ലോ. ചായലുണ്ട് നീ എന്തൊക്കെ ഉണ്ടല്ല. ചായലിന്റെ വലുതന്നെ ഉണ്ട് അണ്ടി വളപ്പില്. പിന്നെന്താ പറയാനുള്ളേ, അണ്ടി വളപ്പിൽ അണ്ടി വളപ്പിൽ ഒരു വര അവിടെ പറയാൻ പറ്റൂല. ചായല അണ്ടി വളപ്പിൽ ഒരു വര ചായല. ചെറുപ്പത്തിൽ നല്ല തടി ഉള്ളതുകൊണ്ട് വിളിച്ചു ചായല പ്ലസ് അണ്ടി വളപ്പിൽ കമന്റ് ഇടുക. അപ്പോൾ ഒരു പാട്ട് പാടും. നല്ല തടി ഉള്ളതുകൊണ്ട് ചെറുപ്പത്തിൽ എല്ലാരും അതേനല്ലേ വിളിച്ചിട്ടുണ്ട് കുണ്ടപ്പൻ. അതിനാണ് ഓടിയും പറയും, പ്രശ്നമില്ല. അപ്പൊ അന്റെ പോലെ മുഖം ഇളിഞ്ഞിട്ട് ഇളിഞ്ഞിക്കരുത്. കുഞ്ഞാ വരുതാ കറിക്കട്ടെ. അതാ ഇപ്പൊക്കെ ടൈറ്റ് ഒന്നുമില്ല, ഇപ്പൊക്കെ ടൈറ്റ് ഒന്നും. ഇവിടെ ഒരു ഇവിടെ എല്ലാരും ടൈറ്റ് ഫീൽ ചെയ്യണ. ഇപ്പൊ എന്റെ ടൈറ്റ് എനിക്കറിയാം, പക്ഷെ ഞാൻ പറഞ്ഞില്ല. കാക്കന്റെ ടൈറ്റ് എന്താ? കാക്കന്റെ ടൈറ്റ് എന്താ? അത് പേരിലുണ്ട്. ഇക്കാക്കന്റെ ടൈറ്റ് നോക്കട്ടെ. ഇമ്മച്ചിക്കുണ്ട്, ഇമ്മച്ചിക്കില്ലാതാ. ഇമ്മച്ചിന്റെ മറ്റേ മെച്ചിനോട് വെച്ചാൽ കിട്ടും വേഗം. സാധനങ്ങളുണ്ട് മറ്റേ മെച്ചി മറ്റേ മെച്ചു ആരോ ഒരാൾ മെച്ചിന്റെ ടൈറ്റ് പറഞ്ഞു നീങ്ങാന്ന് എന്തോ പറഞ്ഞു. വിളിച്ചോട് എന്തോ ഉണ്ടേനി മൈൻഡിലുണ്ടാവും. ആരോടെങ്കിലൊക്കെ ചോദിക്കും ഞാനത്. ഇപ്പച്ചിന്റെ ഹൈലൈറ്റാ, ഇപ്പച്ചിന്റെ വെഗ് ഹൈലൈറ്റ്. കുഞ്ഞാവനെ പീക്കർ ഇത്ര പണ്ട് അത്ര മോശമില്ല. എന്താ ഇപ്പന്റെ ഡയറ്റിന്റെ അത്ര ഇപ്പച്ചിന്റെ ഇറക്കാണെങ്കിൽ ഇപ്പച്ചിന്റെ ഒരാളോട് ചോദിച്ചാൽ ഇപ്പൊ എന്റെ ഗസ് ചെയ്യാൻ പറയും.
ഗസ് ചെയ്യാൻ പറയും. ഇപ്പൊ എന്റെ ചങ്ങായിമാരന്റെ ഇന്നപ്പന്നെ പറയും എന്താ നിങ്ങളെ ടൈറ്റ് ഇന്റെ ഓര് പിടിച്ചത് ഞാൻ പറയും. ഇപ്പന്നെ പറയും ടൈറ്റ് പറയും. ഇപ്പൊ വിഷയം വരില്ലേ ടൈറ്റ് പറയും. ഓൾ കാണി പോയില്ലേ ടൈറ്റ് അറിയാൻ പറയും കാക്ക. ടൈറ്റ് പറയാൻ പറയും. ടൈറ്റ് റിവീൽ ചെയ്യേണ്ട ഒരു ദിവസം കമന്റ് ഇടണ്ട. ഇമ്മച്ചിന്റെ ടൈറ്റ് കിട്ടണ അന്നേ നമ്മളെല്ലാം റിവീൽ ചെയ്യും. എല്ലാരും ടൈറ്റും ഉമ്മച്ചിന്റെ ഉമ്മന്റെ സാനുവിന്റെ പെണ്ണ് ഇപ്പണ്ട എനിക്കറിയില്ല കാക്കണ്ട അറിയില്ലേ കാക്കണ്ട അടിപൊളിയാ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടവ പേര് കാക്കന്റെ പേര് അല്ല കാക്കന്റെ ലെപ്പന്റിനാ ഞാൻ ക്ലൂ വന്നേ. കാക്കന്റെ പക്ഷെ കോളേജിൽ ഇപ്പൊ സാറിന് കോളേജിൽ ഒരു പേരില്ലേ അതെന്തെങ്കിലും ഞാൻ ആലോചിച്ച് പറഞ്ഞതാ. പറയണ്ട അന്റെ ഒന്ന് കഴിഞ്ഞ് ഇന്റെ ഒന്ന് കഴിഞ്ഞ് അപ്പൊ അന്റെ ഒന്ന് കഴിഞ്ഞ് എന്റെ ആദ്യത്തെ സേവ തേനി അന്റെ ഒന്ന് കഴിഞ്ഞ് ഇന്റെ ഒന്ന് കഴിഞ്ഞ് അത് സാലുവിന്റെ ഫ്രണ്ട്സ് ആരേ കണ്ടിട്ട് സ്കൂളിൽ നിന്നൊക്കെ ഇതേമാതിരി വിളിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അടി നായാട്ടൊക്കെ ഉണ്ടാവുന്ന ഇപ്പൊ അങ്ങനൊന്നുമില്ല. അമ്മ സൽമാൻ നമ്മള് മിസ് ചെയ്യുന്നുണ്ട്. സൽമാൻ സൽമാന്റെ പേര് എന്തേലും സൽമാന്റെ വേണ്ട പാവാണ് പറയില്ല സൽമാൻ ഒമാനല്ലോ സൽമാന അന്റെ പേര് പുറത്തിടും അന്റെ ഫോട്ടോസ് ആയിട്ട് ഇടും ഉറപ്പാണ്. നമ്മള് ചെക്കനാണ് അല്ല സൽമാൻ വെണ്ണാവൂലല്ലോ. നമ്മള് ചെക്കനാണ് ഒരു പ്രാവശ്യം പറയും. അത് കിട്ടിണ്ടാവും എന്തോ സൽമാൻ നമ്മളെ ചെക്കനാ സംഭവം പിന്നെ മണ്ണാവല്ലോ ചെക്കന നമ്മളെ കാര്യങ്ങൾ ചെയ്ത് അപ്പൊ ഇത്രേ ഉള്ളൂ. ഓന് പിന്നെ ഇൻട്രോക്ക് ഒരാള് വേണം. പിന്നെ വേണം എനിക്ക് വേണം. ഞാൻ എല്ലാരും കൂട്ടിട്ട് ചെയ്യില്ല. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. വളപ്പിലെ പറ്റൂല. ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നല്ലൊരു നിങ്ങൾ ഇഞ്ഞില്ലേ നോമ്പിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഒരേ വാരത്തെ വീഡിയോ ഇട്ടിട്ട് രസമില്ലാത്തുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് പറയട്ടെ. അപ്പോൾ പുതിയ വീഡിയോ ആണ്, പുതിയ എന്തെങ്കിലും കോണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇടുക. അപ്പോൾ ഓക്കെ ബൈ, ശരി.